ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിൻ്റെ സ്റ്റെപ്സ് ടു ചൂസ് എ കരിയർ. ശരിക്കും ഫസ്റ്റ് നോ യുവർ സെൽഫ്. ഒരു വ്യക്തി ഒരു കരിയർ എടുക്കുമ്പോൾ തന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. തൻ്റെ സ്കിൽ എന്താണ്, താൻ ആരാണ്, തൻ്റെ കുടുംബം, തൻ്റെ സ്കില്ല്, തൻ്റെ കഴിവുകൾ, തൻ്റെ ടാലൻറ്റ്, ഇതൊക്കെ മനസ്സിലാക്കി വേണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. രണ്ടാമതായിട്ട് നോ യുവർ ഓപ്ഷൻ. ഇപ്പം ആ കുഞ്ഞ് തൻ്റെ കോഴ്സ്, തൻ്റെ സ്കില്ല് മനസ്സിലാക്കി തനിക്കിനി പോകേണ്ട മേഖലകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തനിക്കുള്ള ഓപ്ഷൻ എന്തൊക്കെയാണ്. ഇപ്പോൾ സ്കില്ലിൽ തന്നെ ഞങ്ങളുടെ ഈ സ്കിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ മെഡിക്കൽ സ്കില്ലുള്ളതും ബിസിനസ് സ്കില്ലുള്ള, മെഡിക്കൽ മേഖലയിലേക്ക് പോകാൻ സ്കില്ലുള്ള ഒരു വ്യക്തി, അതേ വ്യക്തിക്ക് തന്നെ ബിസിനസ് സ്കില്ലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിലിരിക്കുന്ന ഓപ്ഷനുകൾ എന്ന് പറയുമ്പോൾ മെഡിക്കൽ, ബിസിനസ് മേഖല എല്ലാം വരും. അതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത്? അതാണ് നോ യുവർ ഓപ്ഷൻ. സെക്കൻഡ്. തേർഡ്, ടൈം റിസോഴ്സസ്. അപ്പോൾ അത് ആ കുട്ടി തൻ്റെ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന, ചിലപ്പോൾ PG എഡ്യൂക്കേഷൻ, ചിലപ്പോൾ ഡോക്ടറേറ്റ് എഡ്യൂക്കേഷൻ, അങ്ങനെ എത്രയാണോ ആ കുട്ടി ചിലവഴിക്കുന്നത്, ആ ചിലവഴിക്കുന്ന നിമിഷത്തിനാണ് ടൈം റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈം ഡ്യൂറേഷൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വരുന്നത് മണി റിസോഴ്സസ്. അതായത് ആ കോഴ്സ് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ PG ആണെങ്കിലും ശരി, UG ആണെങ്കിലും, ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര രൂപ ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി വരും, അത് കണ്ടെത്തുക. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ ലോണ് വഴി പഠിച്ച് നല്ലൊരു തൊഴിൽ വരുമാനവും ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ നല്ലൊരു കരിയർ നമ്മുടെ മുൻപിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നഴ്സിംഗ് കരിയർ ആണെങ്കിലും ശരി, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആണെങ്കിലും ശരി, ചിലപ്പോൾ അതിന് നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അതിനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലില്ലെങ്കിൽ മറ്റു സഹായം നമുക്ക് നേടാവുന്നതാണ്. അതിനാണ് ലോൺ സിസ്റ്റം ഉപയോഗിക്കുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ ലോണ്, വിദ്യാഭ്യാസ വായ്പ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കോളർഷിപ്പുകൾ ഉപയോഗിച്ച് നല്ല കോഴ്സ് പഠിച്ച് പോകാനായിട്ട്. അപ്പോൾ മണി റിസോഴ്സസ് കംപ്ലീറ്റ് എൻറ്റയർ കോഴ്സ് പഠിക്കാൻ നമുക്ക് എത്ര രൂപ ആകുമോ അത്രയും നമ്മുടെ കയ്യിൽ നേടുന്നത്, അത് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മണി റിസോഴ്സസ് എന്ന് പറയുന്നത്. ഫൈനലി പ്ലേസ്മെൻറ്റ്. നമ്മൾ ഇത്രയും നല്ലൊരു കോഴ്സ് എടുത്തു, നല്ലൊരു സ്ഥലത്തേക്ക് അത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുന്നു, 4 വർഷമോ 5 വർഷമോ 6 വർഷമോ, അതിനുശേഷം അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണം, അതിനുശേഷം അവസാനം വേണ്ടത് പ്ലേസ്മെൻറ്റാണ്. നമുക്ക് തൊഴിൽ അതിൽ ലഭിക്കണം. തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനും നമുക്കുണ്ടായിരിക്കണം. ചിലർ എൻ്റർപ്രൈനറായിരിക്കും, ചിലർ ഗവൺമെൻറ് ജോലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ചിലർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ചിലർ തൻ്റെ കഴിവിൽ നിന്ന് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ജോലി ചെയ്യുന്നവരായിരിക്കാം. ആരായിരുന്നാലും ഈ ഒരു പ്രൊസീജിയർ, ഈ ഒരു 5 പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാലേ നല്ലൊരു കരിയർ അവർക്ക് സെലക്ട് ചെയ്ത് നല്ലൊരു മേഖലയിലേക്ക്, നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ 4 സ്റ്റെപ്സ്: ഒന്നാമത്തത് നോ യുവർ സെൽഫ്, സെക്കൻഡ് നോ യുവർ ഓപ്ഷൻ, നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങൾ, ഓപ്ഷൻ എന്തൊക്കെയാണ് സാധ്യതകൾ, അത് കഴിഞ്ഞ് 3 ടൈം റിസോഴ്സസ്, മണി റിസോഴ്സസ്, അത് കഴിഞ്ഞ് നമ്മുടെ ജോബ് പ്ലേസ്മെൻറ്റ്, നമ്മൾ ജോബ് കണ്ടെത്തുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതാണ് നമ്മെ ഒരു കരിയറും നല്ലൊരു ലൈഫിലേക്ക് നയിക്കുന്നത്.